ഗുഡ് മോർണിംഗ്. ക്ലാസ് 9 സ്റ്റേറ്റ് സിലബസിലെ ഹിസ്റ്ററി മൂന്നാമത്തെ ചാപ്റ്റർ ലാൻഡ് ഗ്രാൻഡ്സ് ആൻഡ് ദ ഇന്ത്യൻ സൊസൈറ്റി, അതിൽ പേജ് നമ്പർ 55 ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ മുതലാണ് നമ്മളിന്ന് നോക്കുന്നത്. വി ഹാവ് സ്റ്റഡീഡ് ദ സോഷ്യോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ഓഫ് ദ ഗുപ്ത പീരീഡ്. അപ്പം നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മൾ സാമൂഹിക രാഷ്ട്രീയ വികാസങ്ങൾ പഠിച്ചു. ഗുപ്തൻ്റെ കാലഘട്ടത്തിലുള്ള സാമൂഹിക രാഷ്ട്രീയ വികാസങ്ങൾ, അതാണ് സോഷ്യോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഇനി എലോങ് വിത്ത് ദിസ്, അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മളിനി എന്താ നോക്കുന്നത്? ആർട്ട് ആൻഡ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ. അതിനൊപ്പം തന്നെ എന്താണ്? ആർട്ടും കലയും സംസ്കൃത സാഹിത്യവും ഡെവലപ്പ് ഡ്യൂറിങ് ദ പീരീഡ്. ഈ പീരീഡിൽ പിന്നെ ഡെവലപ്പ് ചെയ്ത രണ്ട് കാര്യങ്ങളാണ് കലയും സംസ്കൃത ലിറ്ററേച്ചറും, സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ ആൻഡ് ആർട്ട്. ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്ട്, ആർക്കിടെക്ചർ എക്സെൽഡ്. ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ വാസ്തുശില്പവിദ്യയാണ്. അപ്പോൾ കലാരംഗത്ത് ഏറ്റവും പുരോഗതി പ്രാപിച്ചത് എന്തായിരുന്നു? ആർക്കിടെക്ചർ, അതായത് വാസ്തുശില്പവിദ്യ. മെനി ടെമ്പിൾസ് വെർ കൺസ്ട്രക്റ്റഡ് ഡ്യൂറിങ് ദ പീരീഡ്. അതുപോലെ തന്നെ നിരവധി ക്ഷേത്രങ്ങൾ ഇക്കാലത്ത് നിർമ്മിക്കപ്പെട്ടിരുന്നു. ലെറ്റ് us സ്റ്റഡി ദ ഫീച്ചേഴ്സ്. അപ്പോൾ നമുക്ക് എന്താണ് അവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അപ്പോൾ എന്താണ് കൺസ്ട്രക്ഷൻ ഓഫ് സ്ട്രക്ചറൽ ടെമ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഘടനാ ക്ഷേത്രങ്ങളുടെ നിർമ്മിതി, അതായത് ക്ഷേത്രങ്ങൾ എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിലെന്തൊക്കെയുണ്ട്? കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പിൾസ് യൂസിങ് സ്റ്റോൺ ആൻഡ് ബ്രിക്സ്, കല്ലും ഇഷ്ടികയും ഉപയോഗിച്ചുള്ള നിർമ്മിതിയുണ്ട്. രണ്ടാമത്തത് സ്കൾപ്ചേഴ്സ് ആണ്. സ്കൾപ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? കൊത്തുപണികൾ. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, റൈറ്റ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പിൾസ് ഡ്യൂറിങ് ദ ഗുപ്ത പീരീഡ്. എന്താ ക്വസ്റ്റ്യൻ? റൈറ്റ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പിൾസ് ഡ്യൂറിങ് ദ ഗുപ്ത പീരീഡ്. ഗുപ്ത കാലഘട്ടത്തിലെ ഘടനാ ക്ഷേത്രങ്ങളുടെ നിർമ്മിതിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പിൾസ് യൂസിങ് സ്റ്റോൺ ആൻഡ് ബ്രിക്സ്, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് സ്കൾപ്ചേഴ്സ്. സ്കൾപ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കൊത്തുപണികൾ എന്നാണ് അർത്ഥം. ഇനി ലിസ്റ്റ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ആർക്കിടെക്ചർ ഡ്യൂറിങ് ദ ഗുപ്ത പീരീഡ് ബൈ ഒബ്സർവിങ് ദ ഫോളോയിങ് പിക്ചേഴ്സ്. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് ഗുപ്ത കാലഘട്ടത്തിലെ വാസ്തുവിദ്യയുടെ സവിശേഷതകൾ കണ്ടെത്തി പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ ആയിട്ട് കുറച്ച് ക്ഷേത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് ദശാവതാര ടെമ്പിൾ, ദേവ്ഗഡ്, ഉത്തർപ്രദേശ്. രണ്ടാമതായിട്ട് വിഷ്ണു ടെമ്പിൾ ഓഫ് തിഗാവ, മധ്യപ്രദേശ്. നാച്ന കുതാര പാർവതി ടെമ്പിൾ, പന്ന, മധ്യപ്രദേശ്. നെക്സ്റ്റ് പേജ്. സം ഓഫ് ദ വേൾഡ് ഫേമസ് പെയിൻറ്റിങ്സ് ഓഫ് ദ അജന്ത കേവ്സ്, മഹാരാഷ്ട്ര, ബിലോങ് ടു ദ ഗുപ്ത പീരീഡ്. അപ്പോൾ എന്താണ്? ലോക പ്രശസ്തമായ അജന്തയിലെ ഗുഹാചിത്രങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ, അജന്ത കേവ്സ്. അത് മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ഗുപ്തകാലത്ത് തയ്യാറാക്കപ്പെട്ടതാണ് ഈ അജന്ത കേവ്സ്. ദീസ് പെയിൻറ്റിങ്സ് ഡിപ്പിക്റ്റ് എന്ന് പറഞ്ഞാൽ ചിത്രീകരിക്കുക, റോയൽ ലൈഫ്, റോയൽ കോർട്ട് ആൻഡ് സെലസ്റ്റിയൽ ബീയിങ്സ്. അപ്പോൾ ഇതിലെന്താണ് ചിത്രീകരിച്ചിട്ടുള്ളത്? രാജകീയ ജീവിതം. റോയൽ ലൈഫ് എന്ന് വെച്ചാൽ രാജകീയമായിട്ടുള്ള ജീവിതം. പിന്നെ റോയൽ കോർട്ട്, രാജസദസ്സ്. പിന്നെ അതുപോലെ തന്നെ സ്വർഗീയ ജീവികൾ. ഇതൊക്കെയാണ് അതിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. സീൻസ് ഫ്രം ദ രാമായണ ആൻഡ് ദ മഹാഭാരത ഓൾസോ ബിക്കെയിം ദ തീംസ് ഓഫ് ദ പെയിൻറ്റിങ്സ്. അതുപോലെ തന്നെ എന്താണ്? നമ്മുടെ രാമായണ മഹാഭാരതത്തിലൊക്കെ ഉള്ള ഓരോ രംഗങ്ങൾ അതെല്ലാം ഇതിൻ്റെ ഇതിവൃത്തമാക്കി വെച്ചിട്ടുണ്ട്. നാച്ചുറൽ കളേഴ്സ് വെർ യൂസ്ഡ് ടു പെയിൻറ്റ് ദീസ് പിക്ചേഴ്സ് ദാറ്റ് ഹാവ് സർവൈവ്ഡ് സെവറൽ സെഞ്ച്വറീസ് ആൻഡ് സ്റ്റിൽ റിമെയിൻ ഗ്രേസ്ഫുൾ. അപ്പോൾ എന്താണ്? അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രകൃതിദത്തമായ നിറങ്ങൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് അങ്ങനെ ഉണ്ടാക്കിയതായതുകൊണ്ട് അത് അനേക നൂറ്റാണ്ടുകൾ അതിജീവിച്ച് ഇന്നും വളരെ ഭംഗിയായിട്ട്, ഗ്രേസ്ഫുൾ എന്ന് വെച്ചാൽ ഭംഗി എന്നാണ് അർത്ഥം, വളരെ ഭംഗിയായിട്ട് ഇന്നും നിലനിൽക്കുകയാണ് നാച്ചുറൽ കളേഴ്സ് യൂസ് ചെയ്തത് കൊണ്ട്. നമുക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് ചോദ്യം? പോയിന്റ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ദ അജന്ത കേവ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതിൻ്റെ ആൻസർ ഇതോട്ട് എഴുതണം. സം ഓഫ് ദ വേൾഡ് ഫേമസ് പെയിൻറ്റിങ്സ് ഓഫ് ദ അജന്ത കേവ്സ് ഇൻ മഹാരാഷ്ട്ര ബിലോങ് ടു ദ ഗുപ്ത പീരീഡ്. ദീസ് പെയിൻറ്റിങ്സ് ഡിപ്പിക്റ്റ് royal life, royal court and celestial beings.
Scenes from the Ramayana and the Mahabharata also became themes of these paintings. Natural colors were used to paint these pictures that have survived several centuries and still remain graceful. ഇതാണ് ഇതിൻ്റെ ആൻസർ. അടുത്തതായിട്ട് പ്രിപ്പയർ ആൻഡ് പ്രസൻറ്റ് എ ഡിജിറ്റൽ എഡിക്ഷൻ ഓഫ് ദ പിക്ചേഴ്സ് ഓഫ് ദ ടെമ്പിൾസ് ആൻഡ് കേവ്സ് ഓഫ് ദ ഗുപ്ത പീരീഡ്. ഗുപ്ത ഭരണകാലത്തെ ക്ഷേത്രങ്ങളുടെയും ഗുഹാചിത്രങ്ങളുടെയും ഒരു ഡിജിറ്റൽ പതിപ്പ് തയ്യാറാക്കി പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ റിസീവ്ഡ് റോയൽ പാട്രണേജ് ഡ്യൂറിങ് ദ ഗുപ്ത പീരീഡ്. അപ്പോൾ ഈ ഗുപ്തന്മാരുടെ ഭരണകാലത്ത് സംസ്കൃത സാഹിത്യത്തിന് എന്താണ് രാജകീയ പ്രോത്സാഹനം ലഭിച്ചിട്ടുണ്ട്. സാൻസ്ക്രിറ്റ് വാസ് ദ ലാംഗ്വേജ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അപ്പം സംസ്കൃതം എന്ന് പറയുന്ന അവിടുത്തെ ഭരണഭാഷയായിരുന്നു. ഭരണഭാഷ എന്തായിരുന്നു? സംസ്കൃതമായിരുന്നു. ഈവൻ ദ ബുദ്ധിസ്റ്റ് ഹൂ ഹാഡ് ബീൻ യൂസിങ് കോമൺ ലാംഗ്വേജസ് ലൈക്ക് പാലി സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഇൻ സാൻസ്ക്രിറ്റ്. അപ്പോൾ എന്താണ് അവിടെ പാലി പോലെ എന്താണ് കോമൺ ആയിട്ടുള്ള ലാംഗ്വേജസ്, ജനകീയ ഭാഷ എന്ന് പറയും, ഉപയോഗിച്ചിരുന്ന ബുദ്ധമതക്കാർ പോലും സംസ്കൃതത്തിൽ എന്താണ് എഴുതുന്നതെല്ലാം രചനകൾ നടത്തിയിരുന്നു എന്നാണ്. എഴുതുന്നതെല്ലാം എന്തിലായിരുന്നു? സംസ്കൃതത്തിലായിരുന്നു. The Ramayana, the Mahabharata and the most of the Puranas were codified in written language, oral to written and converted into the present textual form during this period. അതായത് ഈ രാമായണവും മഹാഭാരതവും അതുപോലെ തന്നെ മിക്ക പുരാണങ്ങളും ചിട്ടപ്പെടുത്തിയത് എങ്ങനെയാണ്? വാമൊഴിയിൽ നിന്ന് വരമൊഴിയിലേക്ക് മാറ്റപ്പെട്ടത് ഇക്കാലത്താണ്. അതായത് എന്തായിരുന്നു? അത് ഓറലായിരുന്നു എല്ലാം. അതിനെയൊക്കെ റിട്ടൺ ആക്കിയത് ഈ ഒരു കാലഘട്ടത്തിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെയും ഒരു ചോദ്യമുണ്ട്. എന്താണ്? സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ റിസീവ്ഡ് റോയൽ പാട്രണേജ് ഡ്യൂറിങ് ദ ഗുപ്ത പീരീഡ്. ജസ്റ്റിഫൈ ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഗുപ്ത ഭരണകാലത്ത് സംസ്കൃത സാഹിത്യത്തിന് രാജകീയ പ്രോത്സാഹനം ലഭിച്ചു, വിലയിരുത്തുക എന്ന് ചോദിക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതുകൊണ്ടാണ്? ആ ഒരു പാര എഴുതിയാൽ മതി. സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ റിസീവ്ഡ് റോയൽ പാട്രണേജ് ഡ്യൂറിങ് ദ ഗുപ്ത പീരീഡ്. Sanskrit was the language of administration. Even the Buddhists who had been using common languages like Pali started writing in Sanskrit. The Ramayana, the Mahabharata and most of the Puranas were codified in written language, oral to written and converted into the present textual form during this period. ഇതുവരെയാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് പേജ് നമ്പർ 57. Dramas, poems, grammar and lexicon were composed during this period in Sanskrit. അപ്പോൾ എന്താ? സംസ്കൃത ഭാഷയിൽ നാടകങ്ങൾ, അതുപോലെ തന്നെ പോയംസ്, കാവ്യങ്ങൾ, വ്യാകരണം, ഗ്രാമർ, നിഘണ്ടു, ഇതെല്ലാം ലെക്സിക്കൺ എന്ന് പറഞ്ഞാൽ നിഘണ്ടു എന്നാണ് അർത്ഥം, തുടങ്ങിയവ ഇക്കാലത്ത് രചിക്കപ്പെട്ടു. ദ ഗിവൻ ടേബിൾ ഷോസ് സം ഓഫ് ദ മേജർ ടെക്സ്റ്റ് ഓഫ് ദ പീരീഡ്. അപ്പം ഇതിൽ പ്രധാനപ്പെട്ടതാണ് ചുവടെ കൊടുത്തിരിക്കുന്ന ടേബിൾ. ആദ്യത്തെ കോളം നെയിം ഓഫ് ദ ടെക്സ്റ്റ് ആണ്. എന്ന് വെച്ചാൽ ആ ഒരു ബുക്കിൻ്റെ പേര്, ഗ്രന്ഥനാമം എന്ന് പറയും. ഓതർ, അത് എഴുതിയത് ആരാണ്? അടുത്ത കോളത്തിലുള്ളത് അത് എഴുതിയത് ആരാണ്? ഗ്രന്ഥകർത്താവ്. അടുത്തത് ജോൺറ ഓഫ് ലിറ്ററേച്ചർ, GNRE, ജോൺറ എന്നാണ് പ്രൊനൗൺസിയേഷൻ. അതായത് അത് ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടും എന്നാണ് അതിൽ. അതിൻ്റെ അർത്ഥം എന്താ? നാടകമാണോ, വ്യാകരണമാണോ, അതുപോലെ ഡിക്ഷണറി ആണോ, ഗ്രാമർ ആണോ എന്നൊക്കെ. അതാണ് അത് ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടും എന്നുള്ളതാണ് അവസാനത്തെ കോളത്തിലുള്ളത്. അപ്പം നമുക്ക് നോക്കാം. ആദ്യത്തെ കോളത്തിൽ ഒന്നാമത്തത് എന്താ? അഭിജ്ഞാന ശാകുന്തളം. അതാണ് ആ ബുക്കിൻ്റെ പേര്, നെയിം ഓഫ് ദ ടെക്സ്റ്റ്. ഓതറിൻ്റെ പേര് എഴുതിയത് ആരാണ്? കാളിദാസനാണ്. ജോൺറ ഓഫ് ലിറ്ററേച്ചർ, സാഹിത്യ വിഭാഗം നാടകമാണ്, ഡ്രാമയാണ്. അടുത്തതായിട്ട് കുമാരസംഭവം എന്ന് മലയാളത്തിൽ പറയും. ഓതർ കാളിദാസനാണ്, പോയമാണ്, കാവ്യമാണ്. മൃച്ഛകടിക, ശൂദ്രകയാണ് എഴുതിയത്, നാടകമാണ്. അടുത്തത് സ്വപ്ന വാസവദത്ത, ഭാസനാണ് എഴുതിയത്, അതും നാടകമാണ്. ത്രികാണ്ടി, ഭർതൃഹരിയാണ് എഴുതിയത്, ഗ്രാമറാണ്. അമരകോശം എഴുതിയത് അമരസിംഹനാണ്, അത് നിഘണ്ടുവാണ്, ഡിക്ഷണറിയാണ്. Although Sanskrit dramas are world renowned, when they were staged, only the so-called upper caste male characters spoke in Sanskrit.
അതായത് ഈ സംസ്കൃത നാടകങ്ങൾ ലോകപ്രസിദ്ധമായിരുന്നു എങ്കിലും അവ അവതരിപ്പിക്കുമ്പോൾ ഈ ഉന്നത പുരുഷ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഈ അപ്പർ കാസ്റ്റ് മെയിൽ ക്യാരക്ടർ കാസ്റ്റ് ആണ് അവർ. അപ്പോൾ അവർ പറയുന്ന ഭാഷ എന്ന് പറയുന്നത് സംസ്കൃതമാണ്. അവർ മാത്രമേ സംസ്കൃത ഭാഷയിൽ സംസാരിക്കുകയുള്ളൂ ആ നാടകങ്ങളിൽ. ബാക്കിയുള്ളവരെല്ലാം വേറെ ഭാഷയിലാണ് സംസാരിക്കുന്നതെന്നാണ്. Women characters, including the queen and the male characters belonging to caste considered lower, used only Prakrit language. അപ്പോൾ എന്താ, രാജ്ഞി അടക്കമുള്ള സ്ത്രീകൾ എന്താണ്, താഴ്ന്ന ജാതിക്കാരായിട്ടാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ താഴ്ന്ന ജാതിയിലെ പുരുഷ കഥാപാത്രങ്ങളും എല്ലാം വേറെ ഭാഷയാണ്. ഏത് ഭാഷയാണ് യൂസ് ചെയ്തിരുന്നത്? പ്രാകൃത ഭാഷയാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ സംസ്കൃത ഭാഷ പറഞ്ഞിരുന്നത് അപ്പർ കാസ്റ്റ് മെയിൽ ക്യാരക്ടേഴ്സ് മാത്രമേ ആ നാടകങ്ങളിൽ സംസ്കൃതം പറയുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും എന്താ പറയുന്നത്? പ്രാകൃത ഭാഷയാണ് പറയുന്നത്. The 6 systems of philosophy which laid the foundation for the Indian philosophical thought also were formulated during this period. അതായത് ഇന്ത്യൻ തത്വചിന്ത അടിസ്ഥാനമിട്ട ചില ദർശനങ്ങളും ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്നു. ദ 6 systems of philosophy എന്ന് പറഞ്ഞാൽ എന്താണ്? ഷഡ് ദർശനങ്ങൾ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. എന്നറിയപ്പെട്ട ഇവ പരസ്പര സംവാദങ്ങളിലൂടെയാണ് രൂപപ്പെടുന്നത്. സംവാദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ഡിബേറ്റുകൾ. ദേ ടുക്ക് ഷേപ്പ് ത്രൂ മ്യൂച്വൽ ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഡിബേറ്റുകളിൽ ഏർപ്പെട്ടാണ് ഇത് രൂപപ്പെട്ട് വന്നത്. ലെറ്റസ് familiarize these philosophies and the proponents. അപ്പോൾ ആ ദർശനങ്ങളും അവ എഴുതിയത് ആരാണ് എന്നൊക്കെ നമുക്ക് പരിചയപ്പെടാം. സാഖ്യ കാപിലൻ, യോഗ പതാഞ്ജലി, ന്യായ ഗൗതമൻ, വൈശേഷിക കണാദൻ, വേദാന്ത ബാദരായണ, മീമാംസ ജൈമിനി. അവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫ്രെയിം എ ടേബിൾ ഓൺ 6 system philosophies and the proponents. അപ്പോൾ ഈ ടേബിള് നമ്മൾ മൊത്തത്തിൽ അതാണ് അവിടെ എഴുതേണ്ടത്. ഫിലോസഫി, എക്സ്പോണൻറ്റ്, എല്ലാവരുടെ പേരുകളും എഴുതണം. അടുത്തതായിട്ട് സയൻസ്, അതായത് ശാസ്ത്രം. ബുക്സ് ഓൺ സയൻസ് വെയർ റിട്ടൺ ഡ്യൂറിങ് ദ ഗുപ്ത പീരീഡ്. ഗുപ്ത കാലത്ത് ശാസ്ത്രത്തിനെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ടായിരുന്നു. മോസ്റ്റ് ഓഫ് ദ വൺസ് വെയർ ഓൺ ആസ്ട്രോണമി, മാത്തമാറ്റിക്സ് ആൻഡ് മെഡിക്കൽ സയൻസ്. അപ്പോൾ ഇവയിൽ പ്രധാനമായും എന്തൊക്കെയായിരുന്നു? ജ്യോതിശാസ്ത്രമാണ് ആസ്ട്രോണമി, ഗണിതം മാത്തമാറ്റിക്സ്, പിന്നെ വൈദ്യശാസ്ത്രം മെഡിക്കൽ സയൻസ്. ഇതിനെക്കുറിച്ചൊക്കെയായിരുന്നു എഴുതിയിട്ടുള്ളത്. നോട്ടബിൾ വർക്ക്സ് ഓഫ് ദ പീരീഡ് വർ ബൃഹത് സംഹിത ഓഫ് വരാഹ മിഹിര, ആര്യഭട്ട്യ ഓഫ് ആര്യഭട്ട ആൻഡ് അമരകോശ ഓഫ് അമരസിംഹ. അപ്പോൾ എന്തൊക്കെയായിരുന്നു? വരാഹ മിഹിരൻ്റെ ബൃഹത് സംഹിതയും ആര്യഭട്ടൻ്റെ ആര്യഭടീയവും പിന്നെ അമരസിംഹൻ്റെ അമരകോശവുമാണ് ഇക്കാലത്ത് രചിക്കപ്പെട്ട പ്രധാന ശാസ്ത്ര ഗ്രന്ഥങ്ങൾ. അപ്പോൾ നമുക്ക് അവിടെയും ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? ഇവാലുവേറ്റ് ദ കോൺട്രിബ്യൂഷൻസ് മെയ്ഡ് ടു ദ ഫീൽഡ് ഓഫ് സയൻസ് ഡ്യൂറിങ് ദ ഗുപ്ത പീരീഡ്. ഗുപ്ത കാലഘട്ടത്തിലെ ശാസ്ത്രരംഗത്തെ സംഭാവനകൾ വിലയിരുത്തുക എന്നതാണ് ചോദ്യം. അപ്പോൾ ആൻസർ ആ ഒരു പാരഗ്രാഫ് മുഴുവനും എഴുതണം. ബുക്സ് ഓൺ സയൻസ് ഓൾസോ വെർ റിട്ടൺ ഡ്യൂറിങ് ദ ഗുപ്ത പീരീഡ് തൊട്ട് അത് മുഴുവനും. അടുത്തതായിട്ട് മെറ്റലർജി, ലോഹ സംസ്കരണം. ദ അയൺ പില്ലർ ബിൽറ്റ് ഇൻ 4th century CE and situated at Mahrauli near Delhi is an excellent example for the technological skills achieved in metallurgy during that period. അതായത് CE 4ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഡൽഹിക്കടുത്ത് മഹ്റൗളിയിൽ നിൽക്കുന്ന ഇരുമ്പ് സ്തംഭം എന്ന് പറഞ്ഞാൽ എന്താണ്? പില്ലർ. അക്കാലത്തെ ലോഹ സംസ്കരണ സാങ്കേതിക വിദ്യയ്ക്ക് ഉദാഹരണമായിരുന്നു. Weathering the rains and the heat for several centuries, this iron pillar shows no sign of rusting. അതായത് ഈ നൂറ്റാണ്ടുകളായിട്ട് മഴയും വെയിലും ഒക്കെ കൊണ്ടാണ് ഈ പില്ലർ അവിടെ നിൽക്കുന്നത്. എന്നിട്ടും ഈ ഇരുമ്പ് പില്ലറിന് എന്താണ്? ഇപ്പോഴും തുരുമ്പൊന്നുമില്ല, തുരുമ്പിക്കാത്ത അവസ്ഥയിലാണ് എന്നാണ് പറയുന്നത്. അവിടെ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്.
Name an excellent example for the technological skills achieved in metallurgy during the Gupta period. Write its features. അതാണ് ക്വസ്റ്റ്യൻ. അതായത് ഗുപ്ത കാലഘട്ടത്തിലെ ലോക സംസ്കരണ സാങ്കേതിക വിദ്യയ്ക്ക് ഉദാഹരണം എന്ത്, പ്രത്യേകത എന്ത് എന്നാണ്. അപ്പോൾ അത് ഹോൾ പാര എഴുതുക. ദ അയൺ പില്ലർ ബിൽറ്റ് ഇൻ 4th century CE ആൻഡ് സിറ്റുവേറ്റഡ് മെറൂലി നിയർ ഡൽഹി തൊട്ട് നോ സൈൻ ഓഫ് റസ്റ്റിംഗ് വരെ ആ പാരഗ്രാഫ് മുഴുവനും എഴുതണം. ആയിട്ട് സൗത്ത് ഇന്ത്യ അതുതൊട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.